2022 ലോകകപ്പ് കിരീട വിജയത്തിന് പിന്നാലെ സ്വന്തമാക്കിയ ഫിഫ റാങ്കിങ്ങിലെ ഒന്നാം സ്ഥാനം അർജന്റീനയ്ക്ക് നഷ്ടമാവുന്നു. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇക്വഡോറിനോട് തോൽവി നേരിട്ടതാണ് അർജന്റീനയ്ക്ക് തിരിച്ചടിയായത്. സെപ്റ്റംബർ 18 ഫിഫ പുറത്തിറക്കുന്ന റാങ്കിങ്ങിൽ അർജന്റീന 3-ാം സ്ഥാനത്തേക്ക് വീഴും. സ്പെയിൻ 1-ലേക്കും ഫ്രാൻസ് 2-ലേക്കും എത്തും. ലോകകപ്പ് യോഗ്യതയുടെ തെക്ക് അമേരിക്കൻ മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ അർജന്റീന തന്നെയാണ് നിലവിലെ റാങ്കിങ്ങിൽ ഒന്നാമത്. അർജന്റീനയ്ക്ക് 1885.36 പോയിന്റും തൊട്ടുപിന്നിലുള്ള സ്പെയിന് 1867.09 പോയിന്റുമാണുള്ളത്. എന്നാൽ ഈ റാങ്കിംഗ് പട്ടിക സെപ്റ്റംബർ 18 ഔദ്യോഗികമായി പുതുക്കുമ്പോൾ റാങ്കിംഗ് നില മാറിമറിയും. സ്പെയിൻ 1-ാം സ്ഥാനത്തേക്കും ഫ്രാൻസ് 2-ാം സ്ഥാനത്തേക്കും കയറുമ്പോൾ 2.5 വർഷത്തിലേറെ ഒന്നാമതായിരുന്ന അർജന്റീന 3-ലേക്ക് പടിയിറങ്ങും. അടുത്ത ആഴ്ച പ്രാബല്യത്തിൽ വരുന്ന റാങ്കിംഗ് പ്രകാരം അർജന്റീനയ്ക്ക് 15 പോയിന്റ് നഷ്ടമാവും. അതേസമയം സ്പെയിനും ഫ്രാൻസും 8 പോയിന്റ് നേട്ടവുമായി മുന്നേറും. അതുപ്രകാരം സ്പെയിന് 1875.37 പോയിന്റും ഫ്രാൻസിന് 1870.92 പോയിന്റും അർജന്റീനയ്ക്ക് 1870.32 പോയിന്റുമായി മാറും. 2022 ഫിഫ ലോകകപ്പ്, 2 കോപ്പ അമേരിക്ക, 2022 ഫൈനലിസിമ തുടങ്ങിയ കിരീടങ്ങളുമായി ലോകകപ്പ് വിജയത്തിന് പിന്നാലെ 2023 ഏപ്രിലിൽ ആദ്യമായി ലോക റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ അർജന്റീന പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഈ യാത്ര 2 വർഷവും 4 മാസവും പിന്നിട്ട് തുടരുന്നതിനിടെയാണ് ഇപ്പോൾ പടിയിറക്കത്തിന് സമയമായി മാറുന്നത്. യൂറോ കപ്പ് കിരീടവും തുടർ വിജയങ്ങളുമായി കുതിക്കുന്ന സ്പെയിനിന് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ. ഗ്രൂപ്പിൽ 2 മത്സരം മാത്രമാണ് അവർ പൂർത്തിയാക്കിയത്. അർജന്റീനയുടെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ കഴിഞ്ഞു. ഇനി ഈ വർഷം ഒക്ടോബർ നവംബറും ഫിഫ കലണ്ടറിലുള്ളത് സൗഹൃദ മത്സരങ്ങൾ. ഈ സമയം സ്പെയിനും ഫ്രാൻസും ലോകകപ്പ് യോഗ്യത ഉൾപ്പെടെ ഔദ്യോഗിക മത്സരങ്ങൾ കളിക്കും. 2 മത്സരങ്ങളിലെയും റാങ്കിംഗ് പോയിന്റ് നിലവിൽ വ്യത്യാസമുണ്ടെന്നത് അർജന്റീനയ്ക്ക് തിരിച്ചടിയായി മാറും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.